പേര് സാനിക. ഞാനൊരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ ജയ ജയ നാഗ കേദന. ഓക്കെ സാനിക, ഞങ്ങൾ വെയിറ്റ് ലിസ്റ്റിൽ ഇടുന്നുണ്ട്. ഞാൻ പ്രീത ബാലകൃഷ്ണൻ. എൻ്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരൻ മുല്ലമൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ നിന്റെ പുഞ്ചിരിപ്പാലിനുള്ളിൽ പഞ്ചസാരയാവാ. ഇതുപോലത്തെ ഡാൻസ് കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, സെലക്ഷൻ കിട്ടിയതിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. താങ്ക് ഗോഡ്, താങ്ക് ഞാനൊരു സാധാരണ അമ്മയാണ് കേട്ടാ. ഹലോ ചേച്ചി, സർട്ടിഫിക്കറ്റും ആയിട്ടാണല്ലോ. ഭയങ്കര സന്തോഷമായി. ഒന്ന് കാണിച്ചു കൊടുക്കൂ ക്യാമറയ്ക്ക്. ഓ, എല്ലാവർക്കും എന്താ പറയാ, ആഘോഷമാണല്ലേ വിൻ ചെയ്തതിന്റെ. സന്തോഷമുണ്ട്. ചെറിയ സന്തോഷമേ ഉള്ളൂ, വലിയ സന്തോഷം അടക്കാനാവാത്ത സന്തോഷം. അതൊന്ന് എക്സ്പ്രസ് ചെയ്യണോ? കഥകളിയുടെ എന്താണ് അവിടെ പെർഫോം ചെയ്തത്? അവിടെ എന്നോട് പാട്ട് പാടി ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അത് ന്യൂസ് റീഡ് ചെയ്യാൻ പറഞ്ഞു. എങ്ങനെ ചെയ്തു? സ്വയം ഞാൻ എന്റേതായ രീതിയിൽ ഇങ്ങനെയും ചെയ്യാമെന്ന് തെളിയിച്ചു. അതെയോ? അപ്പൊ ഇനി എന്താണ് എക്സ്പെക്ടേഷൻസ്? ഇനി ഒരുപാട് പ്രതീക്ഷകൾ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കാ ഉള്ളത്, കാണികൾക്കും ഒക്കെ ഉള്ളത്. ഞാൻ പ്രിയ, പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നാണ് വരുന്നത്. നിലാപ്പൊങ്കലായാലോ ആടുന്നു നീ ഓ വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യാൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മാഫലി വർഷം വരുമ്പോൾ കാതിൽ തനിയേ വായോ. മാഫലി വർഷം വരുമ്പോൾ കാതിൽ തനിയേ വായോ. ഓക്കെ, പ്രിയമണി വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്, ഞങ്ങൾ അറിയിക്കാം. എൻ്റെ പേര് ആശ സിംഗ്. വസീകരാ എൻ നെഞ്ചിനിതാ ഉൻ പുന്മടിയിൽ തൂങ്ങിനാൽ போதும் அதே கண்ணா என் கண்ணுறங்கா என் ஜென்மங்களின் ஏக்கங்கள் தீரும் நான் நேசிப்பதும் சுவாசிப்பதும் ഉന്തയവാൽ നാനേ. താങ്ക് യു കേട്ടോ. എൻ്റെ പേര് ഷമീന കാസിം. ഡാൻസ് डांस लेट्स डांस कम ऑन. ये रात में जो मज़ा है कुछ नया नया है. ये दिल को आज क्या हुआ है कि झूमता ही जा रहा है. झूम 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 बाबा, झूम 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 बाबा. അപ്പോൾ നിങ്ങൾ ഈ ബുർഖ എന്ന് പറയുന്നത് ഫുൾ മുഖം കവർ ചെയ്ത് നടക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഭയങ്കര ഒരു വലിയ ഡിബേറ്റ് ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പേര്, ഷമീന ചേച്ചിയുടെ അഭിപ്രായത്തിൽ ഒരു മുസ്ലിമായി ജനിച്ചാൽ ബുർഖ ഇട്ട് നടക്കണോ അതോ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് പറയൂ. പർദ്ദയിട്ട് നടക്കുക എന്നുള്ളതിലല്ല കാര്യം. ഇപ്പം അവർ ചെയ്യുന്ന പ്രവൃത്തി, ഒരു മുസ്ലിമാണല്ലോ ഏത് മതമാണെങ്കിലും പറയുന്നത് എന്താണ്? സ്നേഹം, സാഹോദര്യം, പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ നല്ലത് ചെയ്യുക, അതൊക്കെയാണ്. ചേച്ചിയുടെ അഭിപ്രായത്തിൽ മനസ്സിലാണ് റിലീജിയൻ വേണ്ടത്, അല്ലാണ്ട് ദേഹത്തല്ല എന്നാണ്. അതാരും കാണിക്കാൻ വേണ്ടി ചെയ്തിട്ട് കാര്യമില്ലല്ലോ. വളരെ എന്താ പറയാ, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിപ്ലൈ ആണ്. യു ആർ സെലക്ടഡ്, കൺഗ്രാറ്റ്സ്. ഓക്കെ, സഫിയ അഡ്വക്കേറ്റാ. പഴയ കാലത്ത് അമ്മമാർ കുഞ്ഞിനെ ഉറക്കുന്നതും ഇപ്പോഴത്തെ അമ്മമാർ കുഞ്ഞിനെ ഉറക്കുന്നതും അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, ചെയ്തോളൂ ചെയ്തോളൂ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ. പിന്നെ കുറച്ച് കാലഘട്ടം പിന്നിട്ട് കഴിഞ്ഞുള്ളത്. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി എൻ്റെ ബാലഗോപാലനെ എന്നെ ദീപിക്കുമ്പോ പാടടി. ലേറ്റസ്റ്റ് ഒരെണ്ണം കൂടെ ഉണ്ട്. അണ്ടങ്കാക്ക കൊണ്ടക്കാരി, അച്ചുവെള്ളം തൊണ്ടക്കാരി, അയില മീന് കണ്ണുകാരി. ഇതിനകത്ത് തമാശ പറയുന്നു എഴുതിയിട്ടുണ്ട്. ഭയങ്കര തമാശയാണല്ലേ? എനിക്ക് ഒന്നോ രണ്ടോ തമാശ അങ്ങനെ പറയാൻ പറ്റൊരു തമാശ, അങ്ങനെ ഒരു തമാശ സ്പോട്ട് പറയാൻ
ഒരു വക്കീലിനെ പറ്റി ഒരു തമാശ. അറിയാൻ വയ്യാത്ത കാര്യം മാത്രം ചോദിക്കരുത്, അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അപ്പളേ പറഞ്ഞില്ലേ വക്കീലാന്ന്. ചേച്ചി ഈ അതല്ല ഇപ്പൊ തന്നെ എന്തിനാ ഇതിന് വന്നോന്നോ അങ്ങനെ എന്തെങ്കിലും അല്ല, ഈ അത് ഞാൻ പ്രോഗ്രാം ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അല്ല ചോദിക്കാമല്ലോ. എന്നെപ്പോലെ talented ആയിട്ടുള്ള ഒരു വ്യക്തിയോട് ചോദിക്കാമല്ലോ. പ്രോഗ്രാമിന് വന്നത് അത് ഇപ്പം അമൃത ടിവിക്കാരെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ അതാണ് എൻ്റെ ഒരു ലൈൻ. പിന്നെ ഓക്കെ, ഓക്കെ. ഇപ്പൊ പറ്റൂ ഒരിക്കലും പറ്റത്തില്ല. നിങ്ങൾക്കൊരു നഷ്ടമായിരിക്കും. തീർച്ചയായും. ഒരു ക്യാമറയ്ക്ക് ഇന്ന് വരെ ഒപ്പിയെടുക്കാൻ പറ്റിയിട്ടില്ല. തീർച്ചയായും. അപ്പൊ അത് അതാണ് അതാണ് അമൃത ദേവിക്കും കേരളത്തിൽ നമ്മളതാണ് കുറച്ച് ഉദ്ദേശിക്കുന്നത്. അതെ വെരി ഗുഡ്. ഓക്കെ, ഓക്കെ. അപ്പോ മക്കളൊക്കെ എന്ത് ചെയ്യണം? 3 കുട്ടികള്. ഒരാള് മൂത്ത മോൻ സ്കൂളിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആള് 3.5 വയസ്സേ ആയുള്ളൂ, മൂന്നാമത്തെ ആൾക്ക് 7ാമത്തെ മാസമായി. അപ്പൊ ആരാ നോക്കുന്നവരെ? അതിനല്ലേ ആളുള്ളത്. കുപ്പിയും പാലും അവിടെ ഏൽപ്പിച്ചിരിക്കുന്നു. അതന്നെ, ആദ്യ കാര്യം. പുള്ളിക്കാരനോട് ആ പണി ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. കാരണം നമുക്കിവിടെ സർട്ടിഫിക്കറ്റ് കിട്ടിപ്പോയി. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ മറ്റേത് എനിക്ക് അവതരിപ്പിക്കാൻ അല്ല, പറ്റുന്ന വലിയ സാരില്ല, പക്ഷെ വിഷമമുണ്ട്. ഇതെല്ലാം അടിപൊളിയായി. സുധീരനോട് അങ്ങ് പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മൾ ഇതായിട്ട് അങ്ങ് നീങ്ങും. ഇത് പറയുമല്ലോ. ആ വിന്നറാണ്. ആണാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? ഓ ഭയങ്കരമായിരുന്നു. ഞാൻ ഒരു സംഭവമല്ലേ. ഓ ഞാനൊരു സംഭവം. വീട്ടിലെല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണോ? വളരെ. എന്റെ അമ്മായിയമ്മ പറയുന്നത് നീ പോണം എന്ന് പറഞ്ഞു വിടുന്ന. അമ്മായിമ്മയായിരിക്കും ചിലപ്പോ ഉന്തി തള്ളി വിട്ടതല്ലേ? അതെ. അപ്പൊ ഇനി പ്രതീക്ഷകളാണല്ലേ ഒരുപാട് ഫ്യൂച്ചറിൽ. പിന്നെ വനിതാരത്നത്തിന്റെ കിരീടം ചൂടി കിരീടം ഇല്ല, ചെങ്കോലെങ്കിലും കൊണ്ടുപോകും.